أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم إذ قال لأبيه وقومه ماذا تعبدون أئفكا آلهة دون الله تريدون فما ظنكم برب العالمين فنظر نظرة في النجوم فقال إني سقيم فتولوا عنه مدبرين فراغ إلى آلهتهم فقال ألا تأكلون ما لكم لا تنطقون فراغ عليهم ضربا باليمين فأقبلوا إليه يزفون قال أتعبدون ما تنحتون والله خلقكم وما تعملون قالوا ابنوا له بنيانا فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين وقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1554 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 83 മുതൽ 113 വരെയുള്ള പഠനവിധേയമാക്കിയ ആയത്തുകളുടെ പുനരവലോകനമാണ് ഇന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم إذ قال لأبيه وقومه ماذا تعبدون أئفكا آلهة دون الله تريدون فما ظنكم برب العالمين فنظر نظرة في النجوم فقال إني سقيم فتولوا عنه مدبرين فراغ إلى آلهتهم فقال ألا تأكلون ما لكم لا تنطقون فراغ عليهم ضربا باليمين فأقبلوا إليه يزفون قال أتعبدون ما تنحتون والله خلقكم وما تعملون قالوا ابنوا له بنيانا فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين وقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين وبشرناه بإسحاق نبيا من الصالحين وباركنا عليه وعلى إسحاق ومن ذريتهما محسن وظالم لنفسه مبين صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 83 മുതൽ 113 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിത ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണമാണ് ഈ ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. അതോടൊപ്പം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിക്കുകയുണ്ടായ 2 പുത്രന്മാരെയും ചില വിശദാംശങ്ങളോടുകൂടി ഈ ഭാഗത്ത് പരാമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. സൂറത്തു സ്വാഫാത്തിലെ ഈ ഭാഗത്തിന്റെ പഠനം നമ്മൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിർവഹിച്ചതാണ്. ഈ ഭാഗവുമായി ഈ ആയാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് ഇന്നൊരു ദിവസം ആ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ഈ ദീർഘമായ ഭാഗം 83 മുതൽ 113 വരെയുള്ള ആയത്തുകൾ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. ഇതിന്റെ ആദ്യ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഞാനത് ആവർത്തിക്കുന്നില്ല. അവസാന ഭാഗം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രനെ ബലി നൽകാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നവും അതിനെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ സംബന്ധമായിട്ട് ചില ഭിന്നതകൾ, അഭിപ്രായ ഭിന്നതകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ
മുസ്ലിം സമൂഹത്തിനിടയിലൊക്കെ പല കാരണങ്ങളാൽ ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വന്നതിന്റെ ഒരു പശ്ചാത്തലവും അതിന്റെ വസ്തുതയും ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ വായിച്ചു വെച്ച ഭാഗത്തെ അവസാന ആയത്തുകളാണ് ഇതിന്റെ ഫോക്കസ്. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പുത്രന് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലി നൽകുന്നതായി, അറുക്കുന്നതായി സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന്. ആ കാര്യം അദ്ദേഹം പുത്രനുമായിട്ട് പങ്കുവെക്കുകയും അദ്ദേഹത്തിന്റെ അത് സംബന്ധമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ആരായുകയൊക്കെ ചെയ്ത സംഗതി നമ്മൾ ഈ ഭാഗത്തെ ആയത്തുകളിൽ തന്നെ കാണുകയുണ്ടായി. ഫലമ്മ ബലഗമാഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. അത് മറച്ചു വെക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ്. മകൻ പറഞ്ഞത് യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പാപ്പായെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, എന്ത് നിർദ്ദേശമാണോ താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അത് താങ്കൾ നടപ്പിലാക്കുക, അത് ചെയ്തുകൊള്ളുക. താങ്കൾക്ക് നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ടെങ്കിൽ ഞാൻ ക്ഷമ അവലംബിക്കുന്നവനായിട്ട് കാണാൻ സാധിക്കും എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പുത്രൻ പറയുകയുണ്ടായത്. ഈ കാര്യം ഖുർആൻ ഇവിടെ ഉദ്ധരിച്ചത് നമ്മൾ കണ്ടു. ഇവിടെ യഥാർത്ഥത്തില് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു നിശ്ചയിച്ച ഒരു പരീക്ഷണമായിരുന്നു ഇത് എന്നത് തുടർന്ന് പറയുന്നുണ്ട്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഘട്ടത്തിലും മനുഷ്യരെ ബലി നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്നില്ല. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിനുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തെയും അദ്ദേഹത്തിന്റെ അള്ളാഹുവിനെ അദ്ദേഹം മറ്റെന്തിനേക്കാളും പ്രിഫർ ചെയ്യുന്നു എന്ന കാര്യം എങ്ങനെ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ സാധിക്കുന്നു, എന്തുമാത്രം അക്കാര്യത്തിൽ അദ്ദേഹം പ്രതിബദ്ധത കാണിക്കുന്നു എന്നതൊക്കെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ മാത്രമുള്ള ഒരു നിർദ്ദേശമാണ്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട മുഹ്സിനും സ്വാലിഹും ഒക്കെ ആയിട്ടുള്ള ഒരു പുത്രന്റെ കാര്യമാണല്ലോ. ആ പുത്രൻ എന്തുമാത്രം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ട ആ കാര്യത്തിനോട് യോജിച്ചതാണ് എന്ന കാര്യം കൂടി തെളിയിക്കപ്പെടുന്നു. അപ്പൊ ഇരുവരുടെയും ഈ സന്നദ്ധത, അർപ്പണബോധം, അള്ളാഹുവിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത, ഇസ്മായിൽ അലൈഹി ഇസ്ലാം ജീവൻ തന്നെ ബലി നൽകാൻ സന്നദ്ധനാവുകയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ ഒരു ദീർഘമായ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ, ബൈബിൾ വിവരണം ആശ്രയിക്കാൻ പറ്റുകയാണെങ്കിൽ 86 വയസ്സാവുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്ന പുത്രൻ ജനിക്കുന്നത്. അപ്പോ അത്രയും പ്രായമായ ഘട്ടത്തിലുണ്ടായ ഒരു മകനെ, അതും ദീർഘകാലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിച്ച മകനെ ലഭിച്ചപ്പോ ആ ഒരു പുത്രനെ നൽകുക, അള്ളാഹുവിന് ബലി നൽകുക എന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതിന് അദ്ദേഹം സന്നദ്ധനാകുമോ? അള്ളാഹുവിനേക്കാളേറെ തനിക്ക് പ്രിയപ്പെട്ടവനായിട്ട് ഈ പുത്രനെ ഇബ്രാഹിം അലൈഹി സ്വലാം കണ്ടുപോകുമോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പരീക്ഷണത്തിന് വിധേയമാവുന്നത്. അപ്പൊ ഇത് തീർത്തും ഒരു പരീക്ഷണമാണ്. ഇത് സാധാരണ ആളുകൾക്ക് ഇതുപോലെയുള്ള പരീക്ഷണം അള്ളാഹു കൊടുക്കുകയില്ല. ചരിത്രത്തിലെ തന്നെ വളരെ നിസ്തുലനായ ഒരു വ്യക്തിക്ക്, അതും നമ്മൾ കണ്ടല്ലോ, തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടെടുത്തുനിന്ന് യാതൊരു ദ്രോഹവും ഏൽക്കാതെ പുറത്തു വരാൻ അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ച, കാരുണ്യം
അരുളിയിട്ടുള്ള ഒരാള്. ഒരു സമൂഹത്തെ ഒന്നാകെ അവരുടെ ചിന്തയെ തട്ടിയുണർത്തുന്ന വിധത്തിൽ വലിയൊരു ഇടപെടൽ നടത്തിയിട്ട് അതിന്റെ പേരിൽ സമൂഹത്തിന്റെ ക്രോധവും വെറുപ്പും ഒക്കെ ഏറ്റുവാങ്ങാൻ സന്നദ്ധനായ ഒരാള്. അതിന്റെ പേരിൽ സ്വന്തം കുടുംബത്തെ, നാട്ടുകാരെ ഒക്കെ വെടിഞ്ഞു പോകേണ്ടി വന്ന, അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അത്യസാധാരണമായിട്ട് കാണാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണം അദ്ദേഹത്തിന്റെ ഓരോ കാര്യത്തിലും അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കൾമിനേഷൻ എന്നുള്ള നിലക്കാണ്, അതിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലക്കാണ് യഥാർത്ഥത്തില് ഇന്നി ജായിലുക ലിന്നാസി ഇമാമ എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള വളരെ വ്യതിരക്തനായ ഒരു വ്യക്തിയുടെ കാര്യത്തില് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്, ഒരു ടെസ്റ്റാണ്. ആ ഒരു സംഗതിയാണ് ഇവിടെ അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ വ്യക്താക്കുകയും ചെയ്തു. അപ്പൊ ഇതൊരിക്കലും തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം സ്വന്തം കൈകൊണ്ട് തന്റെ പുത്രനെ ബലിയറുക്കുക എന്നൊരു കാര്യമല്ല പറയുന്നത്. ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ അർപ്പണവും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും ഒക്കെ അറിയുന്ന റബ്ബ് അദ്ദേഹത്തിന്റെ സമർപ്പണ ബോധത്തിനെ അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു നിർദ്ദേശം മാത്രമാണ്. സാധാരണ മാനസികമായോ അല്ലെങ്കിൽ ദൈക്ഷണികമായോ ഒന്നും ഈ കാര്യം ഉൾക്കൊള്ളാൻ ഉള്ള വളർച്ച നേടിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ അത്ര ഔന്നത്യമില്ലാത്ത ഒരാൾക്കും തന്നെ അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണം നൽകുകയില്ല, ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുകയില്ല. ഇത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഔന്നത്യത്തിൽ എത്തിയ ഒരാൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം കൈകൊണ്ട് പുത്രനെ ബലി നൽകുക എന്നൊരു സംഗതി ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് തന്നെ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ അതിനുള്ള സന്നദ്ധതയുണ്ടോ എന്നതാണ്. അള്ളാഹുവിനേക്കാൾ വിലപ്പെട്ടതായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരുപാട് മോഹിച്ചുണ്ടായ ആ മകനെ കണ്ടുകളയുമോ എന്നതാണ് ഇവിടെ നോക്കിക്കാണുന്നത്. അതൊരു അടയാളപ്പെടുത്തലിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ദൈവിക നടപടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് ഈ സംഭവത്തിലൂടെ അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് പുത്രനെ ബലി നൽകുന്നതിന് പകരം ആ ഒരു സന്നദ്ധതയുടെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് ഫദൈനാഹു ബിദ്ബിഹിൻ അളീം എന്ന് തുടർന്ന് പറഞ്ഞല്ലോ. ഒരു മഹത്തായ ബലി അദ്ദേഹത്തിന് ദണ്ഡമായി, പകരമായി നാം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു. അത് അള്ളാഹു നടപ്പിലാക്കിയ മൃഗബലിയുടെ ഒരു തുടക്കമാണ് യഥാർത്ഥത്തിൽ. അതിനെ തുടർന്ന് അത് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മിനായിൽ വെച്ചാണ് ഈ ബലി കർമ്മത്തിനുള്ള രംഗം ഒരുങ്ങിയത്. അവിടുന്നാണ് ഈ പകരമായി നൽകപ്പെട്ട മുട്ടനാടിന് ബലി നൽകിയത്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽഹജ്ജ 10 ബലിദിനം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗമനത്തിന് മുമ്പും ശേഷവും ആ ബലി തുടർന്നു വരികയാണ്. ഇത് അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്, സന്നദ്ധതയുടെ ഒരു ഓർമ്മക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിർവഹിച്ച ആ ത്യാഗസന്നദ്ധത, അദ്ദേഹം പ്രകടമാക്കിയ ആ സമർപ്പണ ബോധം, ഇതൊക്കെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ മൃഗബലി നടത്തുന്നത്. ഇത് അങ്ങനെ മൃഗങ്ങളുടെ ജീവനെ എടുത്തു കളയുന്നത് എന്തോ ഒരു പുണ്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്ന വിധത്തിലൊക്കെ അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ആളുകൾ സംസാരിക്കുന്ന കേൾക്കാം. യഥാർത്ഥത്തിൽ മൃഗങ്ങളെ, പ്രത്യേകിച്ച് കന്നുകാലികളെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ് എന്നത് ഖുർആൻ വ്യക്താക്കുന്നുണ്ടല്ലോ. അത് കൂടി ഇതിനോട് ചേർത്ത് വായിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. അവിടെ ഈ ബലി എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്, അതുപോലെ ത്യാഗസന്നദ്ധതക്ക്, അതിന്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കുന്ന വിധത്തിൽ അതിനുള്ള സന്നദ്ധതയും അതുപോലെ തന്നെ അതിന് ഉള്ള തയ്യാറാണ് എന്നതൊക്കെ തന്നെ കാണിക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു കർമ്മമാണ്.
എന്നാൽ മൃഗത്തെ അറുക്കുന്നത്, അതിന്റെ മാംസം, അതുപോലെയുള്ള സംഗതികൾ, അതില് ഇസ്ലാം മൃഗങ്ങളെ, കന്നുകാലികളുടെ കാര്യത്തില് കന്നുകാലികൾ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടതും മനുഷ്യന്റെ ഭക്ഷ്യാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതും ഒക്കെ ആയിട്ട് തന്നെ അതിന് അനുമതി നൽകിക്കൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനില് അത് സംബന്ധമായിട്ട് വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നത് നമുക്കറിയാതെ. അപ്പൊ അത് ബലി നടത്തിയിട്ട് മൃഗത്തിന്റെ മാംസവും അതിന്റെ ശരീര ഭാഗങ്ങളും ഒക്കെ തന്നെ അവിടെ ചിതറിക്കിടക്കുന്ന വിധത്തിൽ ഇട്ടേച്ച് പോവുക എന്നുള്ള ഒരു രീതിയിലല്ല. അത് കൃത്യമായ നിർദ്ദേശം ഖുർആൻ തന്നെ നൽകുന്നത് അത് ദരിദ്രരും അതുപോലെ ഫക്കീറുമായ ആളുകൾക്ക് അതിന്റെ മാംസം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അത് സ്വയം ഉപയോഗപ്പെടുത്തുകയും കുടുംബത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നൽകുകയും അതുപോലെ ദരിദ്രരും പാവപ്പെട്ട ആളുകളും ഒക്കെ ആയ വിഭാഗങ്ങൾക്ക് വേണ്ടി അത് വിതരണം ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ ഇതില് ഒരു ജീവൻ എടുത്തു കളയുന്നതിലെ വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകൾ ബലിക്കെതിരിൽ സംസാരിക്കുന്നത് വളരെ വ്യാജമായ, ഒട്ടും അതിന്റെ വസ്തുത മനസ്സിലാക്കാതെ കണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലോ ഉള്ള ചില സംസാരമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇസ്ലാമില് മൃഗങ്ങളെ അറുക്കുന്നത് ബലിയായിട്ടല്ലെങ്കിൽ തന്നെ സാധാരണഗതിയിൽ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി അറുക്കുക എന്നത് അവയുടെ സൃഷ്ടിപ്പിന്റെ തന്നെ ഉദ്ദേശമാണ്. നമ്മള് ഈ മൃഗത്തിനെ മനുഷ്യരുടെ ഒരു അനുഭവ തലത്തിലേക്ക് കണ്ടുകൊണ്ടാണ് അതില് ചില അനാവശ്യമായിട്ടുള്ള സ്ക്രൂപ്പിൾസ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് ഒരിക്കലും തന്നെ മൃഗങ്ങളുടെ ജന്മദൗത്യം മനുഷ്യനെ പോലെയല്ല. ഒരു മനുഷ്യന്റെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് ഈ മൃഗങ്ങളുടേത് പോലെയല്ല, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്. എത്ര കാലം ജീവിച്ചാൽ പോലും ഒരു മനുഷ്യന്റെ ശരീരവും ശരീരത്തിലെ മാംസവും അതുപോലെയുള്ളതൊന്നും ഇവിടെ ആർക്കും പ്രയോജനപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നത് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ഒരിക്കലും തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ തടിച്ചു കൊഴുത്ത് ശരീരമൊക്കെ പുഷ്ടിപ്പെട്ടതിന് ശേഷം അവനെ അറുത്ത് അതിന്റെ മാംസം ആർക്കെങ്കിലും വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ള വിധത്തിലല്ല. പക്ഷെ മൃഗങ്ങളെ, പ്രത്യേകിച്ച് കന്നുകാലികളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. അപ്പൊ അവയുടെ സൃഷ്ടിപ്പിന്റെ ദൗത്യം തന്നെയാണ് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. നമുക്ക് അറിയാത്ത മറിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളെ അള്ളാഹു പറഞ്ഞു തരുന്ന, അള്ളാഹു നൽകുന്ന മാർഗദർശനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു ബലിയറുക്കപ്പെടുമ്പോൾ ആ മൃഗത്തിന് അല്ലെങ്കിൽ ഒരു മൃഗത്തിന് ഒരു കന്നുകാലി വിഭാഗത്തിൽ പെടുന്ന ഒരു മൃഗത്തിനെ അറുത്ത് അതിന്റെ മാംസം പ്രയോജനപ്പെടുത്തപ്പെടുന്നത് ആ മൃഗത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്നത് നമ്മൾ എവിടുന്നാണ് മനസ്സിലാക്കുന്നത്? അത് അള്ളാഹു പഠിപ്പിച്ചു തന്ന സോഴ്സസിലുള്ള കാര്യമല്ല. മൃഗങ്ങളെ അറുക്കേണ്ടത് ഏത് വിധത്തിലാണ് എന്നത്, മൃഗങ്ങളോട് ദയയും കാരുണ്യമൊക്കെ കാണിക്കുന്ന, അവയോടൊരു സഹാനുഭൂതി കാണിക്കുന്ന വിധത്തിലും പിന്നെ അവർക്ക് ശാരീരികമായി വലിയ പ്രയാസം ഉണ്ടാക്കാത്ത വിധത്തിലൊക്കെ നിർവഹിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൃഗങ്ങളെ അറുക്കുക എന്നതിൽ യാതൊരു കുഴപ്പമുള്ളതായിട്ട് ഖുർആൻ എവിടെയോ ഒരു സൂചന നൽകുന്നില്ല. എവിടുന്നാണ് മനുഷ്യനെ അങ്ങനെ ചെയ്യുകയാണെങ്കിലുള്ള അനുഭവം പോലെ തന്നെയാണ് അത് മൃഗങ്ങൾക്ക് എന്നത് പലരും സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇടയാവുന്നത്. അപ്പൊ അവര് സ്വമേധയാ സ്വന്തം മനസ്സിൽ ചില ചിത്രങ്ങൾ ചമച്ചുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു മൃഗത്തിനെ അറുക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ അറുക്കുന്ന പോലെ തന്നെയാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ അവന്റെ ജീവൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അതുപോലെയൊക്കെ തന്നെയാണ് മൃഗങ്ങളെ അറുക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട്, അതിന് ഇസ്ലാമിലോ ഖുർആനിലോ ദീനിലോ ഒരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ നമുക്ക് മത്സ്യം കഴിക്കാൻ പറ്റൂല. അതുപോലെ സസ്യ സ്രോതസ്സുകളിൽ നിന്നുള്ള ആഹാരം കഴിക്കാനും പറ്റൂല. അപ്പൊ ഒരു പ്ലേറ്റ് ചോറ് തിന്നുമ്പോ ആയിരക്കണക്കിന് ജീവനാണ് നമ്മൾ വിഴുങ്ങുന്നത്. അതേസമയത്ത് ഒരു പോത്തിനെ അറുത്തിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഭക്ഷിക്കുന്നുണ്ടാവുക. അപ്പൊ ഏതാണ് കൂടുതൽ ദ്രോഹകരായതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാള് ഒരു പ്ലേറ്റിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണം, ചോറ് കഴിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന്
അരിയാണ് അയാൾ വിഴുങ്ങുന്നത്. അപ്പൊ ആയിരക്കണക്കിന് ജീവനാണ് അയാൾ വിഴുങ്ങുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നത് എന്ന് പറയാം. അപ്പോ അത് നമ്മൾ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കുന്നത് എന്ന് പോലെ ഇരിക്കും. ചില കാര്യങ്ങളിൽ ദൈവികമായ വ്യക്തത, വെളിപ്പാട് ഇത് സംബന്ധമായിട്ട് ലഭിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ അരി വേവിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അവിടെയുള്ള ജീവന് എത്രത്തോളം അത് ദ്രോഹകരമായി മാറുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. ഇതേപോലെ ഒരു മൃഗത്തെ അറുക്കുമ്പോ അത് ആ മൃഗത്തിന് ദ്രോഹകരമാണോ അല്ലേ, ആ മൃഗത്തിന് അതിന്റെ പേരിൽ വേദന അനുഭവിക്കേണ്ടി വരുന്നോ ഇല്ലേ എന്നതൊന്നും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയില്ല. അതിന് നമുക്ക് പരീക്ഷിച്ചറിയാനുള്ള ഒരു വഴിയുമില്ല. ശരീരത്തിന്റെ പ്രതികരണമാണ് എങ്കിൽ അത് മാത്രം വെച്ചുകൊണ്ട് അത് വേദനയാണെന്നൊന്നും പറയാൻ കഴിയില്ല. കഴുത്ത് മുറിക്കുമ്പോ രക്തം തള്ളുമ്പോൾ ഉണ്ടാവുന്ന പെടച്ചില് മൃഗങ്ങൾ ഒക്കെ ചെയ്യും. അത് മൃഗങ്ങൾ വേദന അനുഭവിക്കുന്നു എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്താനൊന്നും നമുക്ക് മതിയായ തെളിവല്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് അനുവദിച്ചു തന്ന ഒരു സംഗതിയാണ് എന്നത് യഥാർത്ഥത്തിൽ അത് നമ്മൾ ഉൾക്കൊള്ളുകയും പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഉറപ്പിക്കുന്നത്. കാരണം ഈ കാര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൈബിന്റെ ഭാഗമാണ്. മൃഗങ്ങളുടെ അനുഭവതലം എങ്ങനെയാണ് എന്നത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് പക്ഷെ അള്ളാഹുവിന് അറിയാം. ആ അള്ളാഹുവാണ് നമുക്ക് ഇത് സംബന്ധമായിട്ടുള്ള മാർഗദർശനം തന്നിട്ടുള്ളത്. അപ്പൊ ഒരു മൃഗത്തിനെ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി അറുക്കുമ്പോ യഥാർത്ഥത്തില് നമ്മൾ അള്ളാഹുവിന്റെ മാർഗദർശനമാണ്, അള്ളാഹുവിന്റെ ഇൽമിനെയാണ് ആശ്രയിക്കുന്നത് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിൽ തോന്നിയ വിധത്തിലല്ല നമ്മൾ അതിനെ സമീപിക്കുന്നത്. മറിച്ച് ഇക്കാര്യത്തിൽ നമുക്ക് അറിവില്ല. അറിവ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാർഗദർശനമാണ് നമ്മൾ ഇതിൽ ആശ്രയിക്കുന്നത്. ഇത് അള്ളാഹുവിലുള്ള വിശ്വാസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഇത്തരം വികലമായ ആശയങ്ങളെ ഇതുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടിലേക്കോ തീരുമാനത്തിലേക്കോ വരാൻ സാധിക്കുകയില്ല. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക മാത്രമാണ് എന്നതാണ് ഞാനിവിടെ ഇത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ബൈബിൾ സ്രോതസ് അതുപോലെ ഇസ്ലാമിക കഥകളും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബലി നിർവഹണം നടത്താൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്ലാം മിനയിലെ ഒരിടത്താണ്, മിനയിലാണ് അതിനു വേണ്ടി പോവുകയുണ്ടായത് എന്നതാണ്. അവിടെ നടന്ന ആ സംഭവത്തിനെ തുടർന്ന് പകരമായി അള്ളാഹു ഒരു മുട്ടനാടിനെ മലക്കുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് എത്തിച്ചു കൊടുത്തതും ആ മുട്ടനാടിനെ ബലിയറുത്ത ഒരു സംഭവമാണ് തുറന്നു ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഈ മുട്ടനാടിന്റെ കൊമ്പുകള് കഅബയില് വളരെ കാലം സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്ന ആധികാരികമായ ഒരുപാട് സോഴ്സസ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും ഹജ്ജാജ് ഇബ്നു യൂസുഫ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കഅബയിൽ ഉപരോധിച്ച ഘട്ടം വരെ കഅബയിൽ ഈ മുട്ടനാടിന്റെ കൊമ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് അത്തരം സോഴ്സുകൾ വെളിപ്പെടുത്തുന്നത്. അപ്പോ അത് ചരിത്രപരമായ ആ ഘട്ടത്തിലാണ് അത് നഷ്ടപ്പെടുകയുണ്ടായത് എന്നാണ് അത്തരം സോഴ്സസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെന്തെങ്കിലും പ്രാധാന്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു സംഗതി അതിനോട് ചേർത്ത് മനസ്സിലാക്കാനായിട്ടുണ്ട് എന്നത് മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോ ഇതില് അടങ്ങിയിട്ടുള്ള വേറൊരു വിഷയം, ഈ ബലി നൽകാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ 2 പുത്രന്മാരിൽ ആരെയാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് പിന്നീട് വേറെയും പുത്രന്മാരുണ്ടായതായിട്ട് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ മദിയൻ എന്ന പ്രദേശത്തിന് ആ പേര് ലഭിക്കുന്ന വിധത്തില് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു പുത്രന്റെ പേരുമായിട്ട് അസോസിയേറ്റഡ് ആണ് അത്. അപ്പൊ അങ്ങനെയുള്ള വിശദാംശങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആന്റെ ചില സൂചനകളിൽ നിന്ന് പിന്നീട് ചരിത്ര സ്രോതസ്സുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഈ ഘട്ടത്തില്
ഈ പരിഗണനയിലുള്ള ഈ രണ്ട് വ്യക്തികൾ, ഒന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഹാജറിൽ ഉണ്ടായ പുത്രൻ. അതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആദ്യ സന്താനം. ബൈബിൾ വ്യക്തമാക്കുന്നത് ഈ ഇസ്മായിലിന്റെ ജനനം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 86 വയസ്സായ ഘട്ടത്തിലാണ് എന്നതാണ്. അതുപോലെ പിന്നീട് ഒരു 14 വർഷമെങ്കിലും പിന്നിട്ട ശേഷം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 100 വയസ്സ് ഉള്ള ഘട്ടത്തിലാണ് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. സാറയിലുണ്ടായ പുത്രൻ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. അപ്പോ ബലി നൽകാനായിട്ട് അള്ളാഹു നിർദ്ദേശിച്ചത് തങ്ങളുടെ പൂർവികനായ വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ഹാഖ് ആണ് എന്ന് വരുത്തുക എന്നത് ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമായിരുന്നു എന്ന വിധത്തിലാണ് ഇത് സംബന്ധമായ കുറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായതിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അള്ളാഹു തനിക്കായിട്ട് സമർപ്പണം ചെയ്യപ്പെടുന്നതിനായി തെരഞ്ഞെടുത്തത് ഏത് പുത്രനെയാണ് എന്നതിൽ അവര് ബൈബിൾ തന്നെ അവര് തിരുത്തിയതായിട്ടാണ് ഇത് സംബന്ധമായിട്ടുള്ള സൂചനയിൽ നിന്ന് മനസ്സിലാവുന്നത്. ബൈബിളിൽ അത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ആണ് എന്നത് പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം വാചനത്തില്, അതുപോലെ ഉൽപ്പത്തി 22-ൽ 1-2 ആയത്തുകളിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഏകജാതനായ ഇസ്ഹാഖിനെ ഹോമയാഗം കഴിക്കുക എന്ന് പറയുന്നു. മലയാളം വിവർത്തനത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ബൈബിളിന് തന്നെ എതിരാണ്. കാരണം ഏകജാതനല്ല അന്ന് ഇസ്ഹാഖ്. ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിക്കുന്ന ഘട്ടത്തില് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നേരത്തെ തന്നെ ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏകജാതനല്ല. ബൈബിള് തന്നെ അത് വേറെ ഇടത്ത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോ ബൈബിളിനകത്ത് തന്നെ ഒരു വൈരുദ്ധ്യം വന്നു ചേരുകയാണ്. അത് പിൽക്കാലത്ത് അവരുടെ കുലപരമായ ഒരു ജലസി ഉണ്ടായി, ഒരു അസൂയ ഉണ്ടായിട്ട് അങ്ങനെ ഒരു തിരുത്തൽ വരുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ കാരണം ബൈബിളിൽ വേറെ ഒരിടത്ത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഏകജാതനായ പുത്രനായിരുന്നില്ല എന്നത് വ്യക്താക്കുന്നുണ്ട്. ഹഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. പിന്നെ സാറ ഇസ്ഹാഖിനെ പ്രസവിച്ചപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് 100 വയസ്സായിരുന്നു എന്നതൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നത് ബൈബിളാണ്. അതുകൊണ്ട് ഏകജാതനായ പുത്രൻ എന്ന ഒരു സ്റ്റേറ്റസിൽ ഒരിക്കലും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം വരുന്നില്ല എന്നത് ബൈബിള് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. പിന്നെ ഇസ്മായിൽ അലൈഹി ഇസ്ലാം മാത്രമായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരു 14 വർഷക്കാലം പുത്രനായി ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് സോഫാത്തിൽ ഈ വിവരണം തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അത് ബലി നൽകാൻ അല്ലാഹു ആവശ്യപ്പെട്ടത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയാണ് എന്ന കാര്യം. അപ്പോ പക്ഷേ ഇസ്ലാമിക ചരിത്രത്തില് തുടക്കം മുതൽ തന്നെ പലരും തെറ്റിദ്ധാരണ മൂലം ഇത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ പറയുന്നുണ്ട്. പല പ്രമുഖരായ സഹാബിമാരും ഒക്കെ തന്നെ താബികളും അതുപോലെ പല ഇസ്ലാമിക പണ്ഡിതന്മാരും അത് എങ്ങനെ വന്നു എന്നത് പരിശോധിക്കുമ്പോൾ അത് ഒരു യഹൂദ സ്വാധീനമായിരുന്നു എന്നത് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്, അദ്ദേഹം ഭരണം നടത്തിയിരുന്ന കാലത്താണ് കഅബ് ഇബ്നുൽ അഖ്ബാർ എന്ന വ്യക്തി ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇദ്ദേഹം പല യഹൂദ കഥകളും അതുപോലെ തൗറാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല സംഗതികളും ഈ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേൾപ്പിക്കാറുണ്ടായിരുന്നു. അത് മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ അങ്ങനെ ഒരു സ്രോതസ്സിനാവണം ഈ ആശയക്കുഴപ്പം കടന്നു വന്നിട്ടുണ്ടാവുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പല പണ്ഡിതന്മാരും ഇത് സംബന്ധമായി വളരെ ആശയക്കുഴപ്പത്തിൽ കഴിയുന്നതും കാണാം. യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഖുർആൻ വ്യക്തമായി അപഗ്രഥിക്കുമ്പോൾ നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. ചില ആയത്തുകൾ തന്നെ നമുക്ക് ഇത് സംബന്ധമായിട്ട് തെളിവ് നൽകുന്നുണ്ട്. ഇപ്പോ അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മായില വൈസ്ഹാഖ എന്ന സൂറത്ത് ഇന്ന റബ്ബി ലസമീഉ ദുആ സൂറത്ത് ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്താണത്. ഇതില് അള്ളാഹു ആ ക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്മായിലും ഇസ്ഹാഖും എന്റെ വാർദ്ധക്യത്തിൽ ഈ രണ്ട് പുത്രന്മാരെ എനിക്ക് തന്ന അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്ന വിധത്തിലാണ് ഈ വാചകം. അപ്പോ ഇവിടെ രണ്ടുപേരെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ എത്തിയ ഘട്ടത്തിലാണ് എന്നത് വ്യക്താവുന്നുണ്ട്. ആദ്യം പരാമർശിക്കപ്പെടുന്നത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയാണ്. അതുപോലെ പിന്നീടാണ് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നത്. അപ്പോ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും നൽകപ്പെടുന്ന സൂചന ഗുലാമുൻ അലീം എന്ന നിലക്കാണ്. വിജ്ഞനായ പുത്രൻ അല്ലെങ്കിൽ ജ്ഞാനിയായ പുത്രൻ, നല്ല അറിവുള്ള ബുദ്ധിവൈഭവമുള്ള ഒരു സന്താനം എന്ന നിലക്കാണ് പരാമർശം. എന്നാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഗുലാമുൻ ഹലീം എന്നാണ് പ്രയോഗം. വളരെ സഹനശീലനായ പുത്രൻ എന്നത്. ഇത് ബലി നൽകപ്പെടാൻ വേണ്ടി പരിഗണിക്കപ്പെട്ടത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആണ് എന്നതിനുള്ള മറ്റൊരു സൂചനയാണ്. അതുപോലെ വേറൊരു സംഗതി, സാറ റളിയല്ലാഹു അൻഹാക്ക് അള്ളാഹു ഒരു സന്തോഷ വാർത്ത നൽകിയതായിട്ട് സൂറത്ത് ഹൂദിൽ പരാമർശിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ബശർനാഹ ബി ഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. നാം അവർക്ക് എന്ന് പറഞ്ഞ സാറ റളിയല്ലാഹു അൻഹാക്ക് ഒരു സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ടായി. അത് ബി ഇസ്ഹാഖ, ഇസ്ഹാഖിനെ കൊണ്ടുള്ള സന്തോഷ വാർത്തയാണ്. ഇസ്ഹാഖുമായി ബന്ധപ്പെട്ട് ഇസ്ഹാഖ് എന്നൊരു പുത്രൻ അവർക്കുണ്ടാകാൻ പോകുന്നു എന്നത്. ഇസ്ഹാഖിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്, ഇസ്ഹാഖിന് ശേഷം യാഖൂബിനെ കൊണ്ടും എന്ന് പറഞ്ഞാൽ ഇസ്ഹാഖിന് യാഖൂബ് എന്നൊരു സന്താനം ഉണ്ടാകും എന്ന കാര്യത്തിലുമുള്ള സന്തോഷ വാർത്ത സാറയെ അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഈ സാറ റളിയല്ലാഹു അൻഹാക്ക് ഇസ്ഹാഖ് എന്നൊരു പുത്രൻ ഉണ്ടാകാൻ പോകുന്നു. അത് സാറക്ക് വലിയ പ്രസിദ്ധിയും സൽപ്പേരും സൽകീർത്തിയും ഒക്കെ ഉണ്ടാക്കും. കാരണം ഇസ്ഹാഖ് അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാരിൽ ഒരാളായിരിക്കും. മാത്രമല്ല ആ പരമ്പരയിൽ തുടർന്ന് യാഖൂബ് അലൈഹി ഇസ്ലാമും തുടർന്നുള്ള വേറെയും സന്താന പരമ്പരയിൽ പ്രവാചകന്മാർ വേറെയും പലരും വരാനിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ നൽകപ്പെടുന്നത്. അപ്പൊ അതില് അടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നം, ഈ സാറ റളിയല്ലാഹു അൻഹയെ ഈ സന്തോഷ വാർത്ത നൽകിയിട്ട് ഇസ്ഹാഖിന്റെ തുടർച്ചയായിട്ട് യാക്കൂബ് അലൈഹിസ്സലാം എന്ന പുത്രൻ, അവരിലൂടെ ധാരാളം പുത്രന്മാര് പിൻതലമുറകളിൽ പ്രവാചകന്മാരായി വരുന്ന കാര്യം ഒക്കെ സാറ റളിയല്ലാഹു അൻഹാക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളെ ബലിയെറുക്കാൻ അള്ളാഹു പിന്നീട് പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം ഇല്ലാണ്ടാവൂലേ? ഒന്ന്, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ ബലിയെറുക്കാനാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള നിർദ്ദേശം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം പ്രവാചകനാകുന്നതും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പുത്രൻ യാക്കൂബ് അലൈഹി ഇസ്ലാം പ്രവാചകനാവുന്നതും ആ പരമ്പരയിൽ വരുന്ന പലരും പ്രവാചകന്മാരാവുന്നതും പറയുമ്പോൾ ഈ ബലിയൊരു തമാശക്കളിയായിട്ട് മാത്രം അല്ലേ തോന്നുള്ളൂ. കാരണം ബലിയെറുക്കപ്പെടുന്നത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ആണെങ്കിൽ പിന്നെ അദ്ദേഹം തുടർന്ന് പലരുടെയും പിതാവായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഒരു വൈരുദ്ധ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോ അതുപോലെ അറുക്കേണ്ട കുട്ടിയുടെ പുത്രനായിട്ട് യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഇവിടെ നേരത്തെ തന്നെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലി നൽകുക എന്ന് പറയുന്നത് പ്രയോഗത്തില് നടക്കാൻ പോകുന്നില്ല എന്ന ഒരു കാര്യം നേരത്തെ തന്നെ അറിയിക്കുന്ന പോലെ ആയല്ലോ അത്. അപ്പോ
യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് പിന്നെ നൽകുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള പരീക്ഷണത്തിന് പ്രത്യേകിച്ച് വലിയ പ്രസക്തിയൊന്നും ഉണ്ടാവില്ല. നീ അറുക്കാനുള്ള സന്നദ്ധത മാത്രമാണ് ഞാൻ നോക്കുന്നത്, അവന് മരിക്കൊന്നുമില്ല, അവന് പിന്നെ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നിർദ്ദേശം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൽകുമ്പോൾ അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരു പരീക്ഷണമാവുകയോ അദ്ദേഹം അതിൽ കാണിച്ച സഹനവും സമർപ്പണ ബോധവും ഒക്കെ എന്തെങ്കിലും മഹത്വമുള്ള സംഗതിയൊന്നും ആവില്ല. അപ്പോ വേറെ ചിലര് ഇതിന് ചില വിശദീകരണങ്ങളൊക്കെ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യാക്കൂബ് അലൈഹി ഇസ്ലാം ജനിച്ചതിന് ശേഷമാണ് ഈ സ്വപ്നം ഉണ്ടായത് എന്നൊക്കെയുള്ള വിധത്തിൽ. അപ്പൊ അത് നമുക്കത് പരിശോധിച്ചാൽ തന്നെ അത് വളരെ ബാലിശമാണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ അതുപോലെ ഈ അദ്ദേഹവും പ്രവാചകനാകാൻ പോകുന്നു എന്നത് ബാലിശമായൊരു അല്ല, പിന്നീടാണ് അങ്ങനെ ഒരു സ്വപ്നം അല്ലെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത് എന്ന് പറയുന്നതും ഇതുപോലെ ബാലിശമായ ഒരു സംഗതിയാണ്. കാരണം ഇത് സാറ റളിയല്ലാഹു അൻഹാക്ക് നേരത്തെ നൽകിയ സന്തോഷ വാർത്തയെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നൽകപ്പെട്ട സന്തോഷ വാർത്തയെ കുറിച്ചാണ്. അപ്പൊ ഇസ്ലാമിലെ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബലികർമ്മത്തിന്റെ തുടക്കം അത് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് നൽകപ്പെട്ട ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രകടിപ്പിച്ച ആ ത്യാഗസന്നദ്ധതയും സമർപ്പണ ബോധവും ഒക്കെയാണ് ഈ ഹജ്ജിനോടനുബന്ധിച്ച് നിർവഹിക്കപ്പെടുന്ന ബലികർമ്മത്തിലൂടെ വിശ്വാസികൾ ആ ഒരു സ്മരണയാണ് പുതുക്കുന്നത്. അതിനു വേണ്ടിയാണ്, ആ ഒരു സന്നദ്ധത അവരിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനുണ്ടായിരുന്നത്. അപ്പോ ഈ 83 മുതൽ 113 വരെയുള്ള ആയത്തുകളിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഈ നിർദ്ദേശം പുത്രനെ ബലി നൽകുക എന്നത്, പിന്നെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് ഗുലാമുൻ ഹലീം എന്ന പ്രയോഗം, അതുപോലെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് ഗുലാമുൻ അലീം എന്ന പ്രയോഗം, ഈ സംഗതികളൊക്കെയാണ് നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടത്. ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ആയത്തുകളുടെ ചർച്ച തുടരാമെന്ന് വെക്കുകയുണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.